മോളുടെ പഠിപ്പിനേക്കാളും ആ വിക്രം കെട്ടിയ താലി എനിക്ക് പ്രധാനമല്ല. ഇത് വിറ്റിട്ട് മോളുടെ സ്കൂൾ ഫീസ് അടച്ചേക്കാം. ഹലോ, ആരാണ്? ഞാൻ ആർ.എൻ. പബ്ലിക് സ്കൂളിന്റെ പ്രിൻസിപ്പൽ പത്മാവതിയെ സംസാരിക്കുന്നത്. ആ മാം, പറയൂ മാം. നിങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷന് പണം അടയ്ക്കാന്നും പറഞ്ഞിട്ടല്ലേ പോയത്? എന്നിട്ട് ഇതുവരെ കണ്ടില്ല. അതല്ല മാം, എനിക്ക് വിചാരിച്ച സ്ഥലത്ത് പൈസ കിട്ടിയില്ല. പക്ഷെ നാളെ എങ്ങനെയെങ്കിലും അടച്ചേക്കാം മാം. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്താ വേണ്ടെന്ന് പറയുന്നത്? നിങ്ങളുടെ കുട്ടിയുടെ ടാലന്റ് കൊണ്ടും അവളുടെ അക്കാഡമി മാർക്സ് പരിഗണിച്ചും ഞങ്ങളുടെ സ്കൂള് മുൻകൈ എടുത്ത് ഒരു വലിയ ബിസിനസ്മാനോട് സ്കോളർഷിപ്പിന് വേണ്ടി ചോദിച്ചായിരുന്നു. നിങ്ങളുടെ കുട്ടിയുടെ ടാലന്റിനെ പറ്റി ഞങ്ങള് പറഞ്ഞപ്പോ തന്നെ മുഴുവൻ പൈസയും ആ ബിസിനസ്മാൻ തന്നെ അടച്ചോളാന്നാ പറഞ്ഞത്. മാം, ഒരുപാട് താങ്ക്സ് മാം. മാം, ആരാ അദ്ദേഹം? എനിക്ക് അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തെ കണ്ട് ഒരു താങ്ക്സ് മാത്രം പറയണം. ഹലോ മാം, കേൾക്കുന്നില്ലേ? സോറി മാം, ആ വ്യക്തിയെ പറ്റി പുറത്ത് പറയരുതെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാൾ ചെയ്യുന്ന സഹായങ്ങളൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്തൊരു നല്ല വ്യക്തിയാ. അതുകൊണ്ട് അയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്. ചോദിച്ചാലും ഞങ്ങൾ പറയാനും പോകുന്നില്ല. നിങ്ങൾ രാവിലെ കുട്ടിയും കൊണ്ടുവന്ന് അഡ്മിഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോളൂ. മാം, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഏതോ ഒരാൾക്ക് എന്റെ മോളെ പഠിപ്പിക്കാൻ ഇത്രയും താല്പര്യോ? നല്ലവരും സഹായം ചെയ്യുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാ ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. നാളെ നിങ്ങൾ മോളെയും കൂട്ടി വന്നേക്ക്. എന്നാ പിന്നെ വെക്കട്ടെ. ഓക്കെ മാം, താങ്ക്സ്. നില. ഓ പില്ലർ, caterpillar, lazy boys, active girls, sing a song, ping a pong. Oh pillar, caterpillar, lazy boys, active girls, sing a song, ping a pong, go to school, come to home. വിജി. അല്ല വിജി, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ പ്രിയ. നില, നീ ആഗ്രഹിച്ച സ്കൂളില് നാളെ അമ്മ നിന്നെ ചേർത്താൻ പോവാ. Yay, jolly, 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 jolly. Yay. Yay, jolly, 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 jolly. I love you, അമ്മേ. താങ്ക് യു. എന്താ പറഞ്ഞ വിജി? ഫീസ് അടയ്ക്കാതെ എങ്ങനെയാ? പണം റെഡിയായോ? ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു പ്രിയ. സ്കൂളിലെ സ്കോളർഷിപ്പ് ഏതോ ഒരു ബിസിനസ് പേഴ്സൺ ടേക്ക് ഓവർ ചെയ്ത് നിലയുടെ അവസ്ഥ അറിഞ്ഞ് അയാൾ മൊത്തം ഫീസും കെട്ടാന്ന് സമ്മതിച്ചിരിക്കുക. അതുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ നേരിട്ട് എനിക്ക് ഫോൺ ചെയ്ത് നാളെ വന്ന് അഡ്മിഷൻ എടുത്തോളാൻ പറഞ്ഞു. ആരാണോ നല്ല മനുഷ്യൻ അറിയില്ല, ദൈവത്തെ പോലെയല്ലേ വന്ന് സഹായിച്ചേ. ദൈവം എങ്ങനെയാ ദിനേശ്? മഫ്തിയിൽ വന്നിട്ട് സഹായിക്കേണ്ടവരെ സഹായിച്ചിട്ട് അങ്ങ് പോവും. ആ പ്രിയ, നിലമോളെ നോക്കിക്കൊള്ളണേ, ഞാൻ പോയിട്ട് വരാം. ഇതൊക്കെ നീ പ്രത്യേകിച്ച് പറയണമെന്നുണ്ടോ? വിജി പോയിട്ട് വാ, ഞങ്ങൾ നോക്കിക്കോളാം. ശരി, ഓക്കെ. നില, നല്ല കുട്ടിയായിട്ടിരിക്കണേ. ഓക്കെ ഓക്കെ. ടാറ്റ അമ്മേ, ടാറ്റ. വിജിമോളെ, വിജിമോളെ, എനിക്ക് സന്തോഷായി. നിന്നെ ഇത്രയും വേഗം ഇവിടെ വെച്ച് കാണാൻ പറ്റും നമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ദൈവം എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നിരിക്കുക. എന്റെ പേരക്കുട്ടി നില, മോളെ നില. മതി, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഇഷ്ടാവുന്നില്ലേ? അയ്യോ, ദയവ് ചെയ്ത് ഇവിടുന്ന് പോയേക്ക്. സെന്റിമെന്റ്സ് പറഞ്ഞെന്റെ മനസ്സ് മാറ്റാന്ന് വിചാരിക്കണ്ട. ചേച്ചി, എത്ര വർഷമായി ചേച്ചിയെ കണ്ടിട്ട്? സുഖാണോ ചേച്ചി? പ്ലീസ് ചേച്ചി, ദേഷ്യപ്പെടല്ലേ. അമ്മയെ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാ. അതിപ്പോഴും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണോ? ശിവ, നിന്നോട് എനിക്ക് ശകല സ്നേഹമുണ്ട്. ആ ഉള്ള സ്നേഹം കൊണ്ട് നശിപ്പിക്കരുത്. ഇവരെ വിളിച്ചോണ്ട് പുറത്തു പോവാൻ നോക്ക്. ഇവിടെ വന്ന് കാണിക്കുന്ന ഈ സ്നേഹവും കരുതലൊന്നും എനിക്ക് വേണ്ട. ആദ്യം ഇവിടുന്ന്